ആകാശവാണി വാർത്താവീക്ഷണം. ഉപഭോക്തൃ അവകാശ സംരക്ഷണവും ഡിജിറ്റൽ കാലത്തെ വെല്ലുവിളികളും. തയ്യാറാക്കിയത് CV ശ്രീജിത്ത്. മാധ്യമപ്രവർത്തകൻ. അവതരണം മഹേഷ് ദിവാകരൻ. രാജ്യമിന്ന് ദേശീയ ഉപഭോക്തൃ അവകാശ സംരക്ഷണ ദിനം ആചരിക്കുകയാണ്. ഉപഭോക്താക്കളുടെ അവകാശ സംരക്ഷണത്തിനായി ഉപഭോക്തൃ സംരക്ഷണ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് 1986 ഡിസംബർ 24-നാണ്. ഇതിനുശേഷമാണ് ഈ ദിനം ദേശീയ ഉപഭോക്തൃ സംരക്ഷണ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. ഉപഭോക്താക്കളുടെ അവകാശങ്ങളെയും കടമകളെയും കുറിച്ച് ബോധവൽക്കരിക്കുക, ന്യായവും നീതിപൂർവവുമായ വ്യാപാര വിനിമയ രീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നീ തത്വങ്ങൾക്ക് കൂടുതൽ പ്രചാരം നൽകുക എന്നതാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. വ്യവഹാരങ്ങളിൽ കാര്യക്ഷമവും വേഗതയേറിയതുമായ ഡിജിറ്റൽ നീതി എന്നതാണ് ഈ വർഷത്തെ ഉപഭോക്തൃ ദിന മുദ്രാവാക്യം. ഡിജിറ്റൽ യുഗത്തിൽ ഉപഭോക്താക്കൾ നേരിടുന്ന പുതിയ വെല്ലുവിളികൾ നേരിടാനും ഉപഭോക്തൃ തർക്കങ്ങൾക്ക് സമയബന്ധിതവും ഫലപ്രദവുമായ പരിഹാരം കാണാനും ഇക്കാര്യത്തിലുള്ള ഭരണനിർവഹണം കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള ലക്ഷ്യത്തോടെയാണ് 1986 മൂലനിയമം ഭേദഗതി ചെയ്ത് ഉപഭോക്തൃ സംരക്ഷണ ബിൽ 2019 പാർലമെന്റ് പാസാക്കിയത്. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അവരുടെ പരാതികൾക്ക് വേഗത്തിൽ പരിഹാരം കാണാനും ലക്ഷ്യമിടുന്ന 2019 നിയമം ഈ രംഗത്ത് പുതിയ അവബോധത്തിനും സംരക്ഷണത്തിനും വഴി തുറന്നു. മാറിയ വ്യാപാര ഉപഭോക്തൃ സംസ്കാരവും ഈ മേഖലയിലെ വൈവിധ്യപൂർണമായ സാഹചര്യവും കണക്കിലെടുത്തുള്ളതാണ് പുതിയ നിയമം. കൊമേഴ്സ്, തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾക്കെതിരായ നടപടി, ഉൽപ്പന്നങ്ങളുടെ സംരക്ഷണത്തെക്കുറിച്ചുള്ള പുതിയ വ്യവസ്ഥകൾ, കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി തുടങ്ങിയ സ്ഥാപനങ്ങൾ, ഒപ്പം ഓൺലൈൻ പരാതി ഫയലിംഗ് സംവിധാനം എന്നിവ പുതിയ നിയമത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്. നിയമത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഉപഭോക്താക്കളുടെ അവകാശ സംരക്ഷണം, പരാതി പരിഹാര സംവിധാനം, ന്യായമായ വ്യാപാര രീതികൾ, ഉൽപ്പന്ന ബാധ്യത എന്നിവയാണ്. ജീവനും സ്വത്തിനും ഹാനികരമായ ഉൽപ്പന്നങ്ങളിൽ നിന്നും സേവനങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുക എന്ന പരമപ്രധാനമായ ലക്ഷ്യമാണ് ഉപഭോക്താക്കളുടെ അവകാശ സംരക്ഷണത്തിലൂടെ നിയമം ലക്ഷ്യമിടുന്നത്. ജില്ലാ, സംസ്ഥാന, ദേശീയ തലത്തിലുള്ള ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുകളിലൂടെ ഉപഭോക്താവിന്റെ ന്യായമായ അവകാശ സംരക്ഷണവും തർക്കങ്ങൾക്ക് വേഗത്തിലുള്ള പരിഹാരവും സാധ്യമാകുന്നു. കൊമേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലെയും അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങളെയും നിയമവിരുദ്ധമായ നടപടികളെയും ന്യായമായ വ്യാപാര രീതികളിലൂടെ നിയന്ത്രിക്കാനും നിയമം സഹായിക്കുന്നു. കേടുപാടുകളുള്ള ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ കാരണം ഉപഭോക്താക്കൾക്കുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് നിയമപരമായ നഷ്ടപരിഹാരം ഉറപ്പാക്കുന്ന ഉൽപ്പന്ന ബാധ്യത എന്ന തത്വവും 2019 നിയമത്തിലൂടെ ഉറപ്പു നൽകുന്നുണ്ട്. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ, ഉൽപ്പന്നങ്ങളുടെ സുരക്ഷ എന്നിവ സംബന്ധിച്ച് അന്വേഷിക്കുകയും ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾക്ക് റീഫണ്ട് പോളിസി, വാറന്റി തുടങ്ങിയ വിവരങ്ങൾ നൽകുന്നത് നിർബന്ധമാക്കുന്ന കൊമേഴ്സ് നിയന്ത്രണ വ്യവസ്ഥകൾ, ഉപഭോക്താക്കൾക്ക് ഓൺലൈനായി പരാതികൾ ഫയൽ ചെയ്യാനുള്ള സൗകര്യം, വിവരം അറിയാനുള്ള അവകാശം, തിരഞ്ഞെടുക്കാനുള്ള അവകാശം, പരാതി പരിഹാരത്തിനുള്ള അവകാശം തുടങ്ങിയവയും 2019 ഓഗസ്റ്റ് 9 പ്രാബല്യത്തിൽ വന്ന നിയമത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. 2019 നിയമപ്രകാരം ഉപഭോക്താവിന്റെ നിർവചനം തന്നെ വിശാലമാക്കിയിട്ടുണ്ട്. പുതിയ നിയമപ്രകാരം സ്വന്തം ഉപയോഗത്തിനായി ഏതെങ്കിലും സാധനങ്ങൾ വാങ്ങുകയും സേവനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഏതൊരാളെയും സ്ഥാപനത്തെയും ഉപഭോക്താവ് എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്തി. ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി രൂപീകരിച്ചത്. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം കേന്ദ്ര സർക്കാരിന് ഒരു കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ സ്ഥാപിക്കാനുള്ള അധികാരവും നൽകുന്നുണ്ട്. രാജ്യത്തെ വിവിധ ഉപഭോക്തൃ പ്രശ്നങ്ങളിൽ ഉപദേശക സമിതിയായാണ് ഇത് പ്രവർത്തിക്കുക. കേന്ദ്ര ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രിയാണ് കൗൺസിലിന്റെ ചെയർമാൻ. വൈസ് ചെയർപേഴ്സണായി സഹമന്ത്രിയും വിവിധ മേഖലകളിൽ നിന്നുള്ള 34 അംഗങ്ങളും ഉൾപ്പെടുന്ന കൗൺസിലിന് 3 വർഷത്തെ കാലാവധിയാണ് ഉള്ളത്. ഉപഭോക്താവിന്റെ ന്യായമായ പരാതികൾക്ക് നിയമപരമായ പരിഹാരം കാണാനായാണ് ദേശീയ, സംസ്ഥാന, ജില്ലാ തലങ്ങളിൽ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ സ്ഥാപിച്ചിട്ടുള്ളത്. അമിതമായ വില ഈടാക്കൽ, അന്യായമായ വ്യാപാര രീതികൾ, ജീവന് അപകടകരമായ വസ്തുക്കളുടെയും സേവനങ്ങളുടെയും വിൽപ്പന, കേടായതും ഗുണനിലവാരമില്ലാത്തതുമായ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന തുടങ്ങിയവയ്ക്കെതിരായ പരാതികൾക്ക് പരിഹാരം കാണാൻ ജില്ലാ തലത്തിലെ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറങ്ങൾക്ക് സാധിക്കും. 5 ലക്ഷം രൂപ വരെ ഉന്നയിക്കപ്പെടുന്ന പരാതികൾ ഫീസ് ഈടാക്കാതെ ഇവിടങ്ങളിൽ ഫയൽ ചെയ്യാനും സാധിക്കും. ഉപഭോക്താവിന് തന്റെ താമസ സ്ഥലത്തോ ജോലി സ്ഥലത്തോ സ്ഥിതി ചെയ്യുന്ന അധികാര പരിധിയിലുള്ള ഉപഭോക്തൃ ഫോറത്തിൽ പരാതി
പരാതികൾ സമർപ്പിക്കാനുള്ള സൗകര്യം പുതിയ നിയമം നൽകുന്നുണ്ട്. പുതിയ നിയമപ്രകാരം ഉപഭോക്താക്കൾക്ക് ഇലക്ട്രോണിക് രീതിയിൽ പരാതികൾ സമർപ്പിക്കാനും വീഡിയോ കോൺഫറൻസിംഗ് വഴി കക്ഷികളെ കേൾക്കാനും പരിശോധിക്കാനും കഴിയും. തങ്ങളുടെ പരാതികൾ ഉപഭോക്താക്കൾക്ക് അഭിഭാഷക സഹായമില്ലാതെ ഫോറങ്ങളിൽ ഉന്നയിക്കാൻ കഴിയും. എന്നാൽ പരാതി തയ്യാറാക്കുമ്പോൾ സ്വീകരിക്കേണ്ട നിയമപരമായ മാർഗങ്ങളും നടപടിക്രമങ്ങളും കൃത്യമായി പാലിക്കാതെ വരുന്നത് തർക്കത്തിലെ പരിഹാരം അനിശ്ചിതമായി നീളാൻ ഇടയാക്കും. എതിർകക്ഷികൾ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളോ വൻകിടകളോ ആണെങ്കിൽ അവർക്ക് വേണ്ടി ഫോറങ്ങളിൽ ഹാജരാകുന്നത് മുതിർന്ന അഭിഭാഷകരായിരിക്കും. ഇത്തരമൊരു സാഹചര്യം മുന്നിൽ കണ്ട് സ്വന്തം നിലയ്ക്ക് ഫോറങ്ങളെ സമീപിക്കുന്നവർ പരാതി തയ്യാറാക്കുന്ന വേളയിൽ ഒരു അഭിഭാഷകന്റെ സഹായം തേടുന്നതാവും ഉചിതം. സമയബന്ധിതമായി പരാതികളിൽ പരിഹാരം കാണാനുള്ള ശ്രമങ്ങളും ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറങ്ങളിലുണ്ട്. കക്ഷികളുടെ താൽപര്യപ്രകാരം ബദൽ മാർഗമെന്ന നിലയ്ക്ക് മധ്യസ്ഥതാ ശ്രമങ്ങളിലൂടെയും പരാതികൾ തീർപ്പാക്കാനുള്ള മധ്യസ്ഥ സെല്ലുകളും നിലവിലുണ്ട്. മൂല നിയമത്തിൽ ഇ കൊമേഴ്സ് ഇടപാടുകൾ പ്രത്യേകമായി ഉൾപ്പെടുത്താത്തതിനാൽ പുതിയ നിയമത്തിലൂടെ ഈ പോരായ്മ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. രാജ്യത്തെ ആഭ്യന്തര വിദേശ വ്യാപാര വിനിമയ മേഖലയിൽ ഇ കൊമേഴ്സ് വൻ വളർച്ചയാണ് കൈവരിച്ചത്. 2026 ആകുമ്പോഴേക്കും ഇന്ത്യൻ ഇ കൊമേഴ്സ് വിപണി $200 ബില്യൺ വളരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇ കൊമേഴ്സ് ഇടപാടിൽ ഉപഭോക്താക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായുള്ള നിയമങ്ങളും കൊണ്ടുവന്നു. ഇ കൊമേഴ്സ്, ഡയറക്ട് സെല്ലിംഗ് എന്നിവ നിയമപ്രകാരം നിയന്ത്രിക്കാനും നിരീക്ഷിക്കാനും 2019 നിയമം അനുവദിക്കുന്നു. ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളുടെ അന്യായമായ വ്യാപാര രീതികൾ തടയുന്നതിനുള്ള വ്യവസ്ഥകളും പുതിയ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിയമപ്രകാരം ഏതെങ്കിലും ഉപഭോക്തൃ പരാതി ലഭിച്ചാൽ സമയബന്ധിതമായി പരിഹരിക്കാനുള്ള ബാധ്യത ഇ കൊമേഴ്സ് സ്ഥാപനങ്ങൾക്കുണ്ട്. വ്യവസ്ഥകളിൽ വീഴ്ച വരുത്തുന്ന ഇ കൊമേഴ്സ് സ്ഥാപനങ്ങൾക്ക് എതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കാൻ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറങ്ങൾക്ക് സാധിക്കും. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ വിപ്ലവകരമായ മുന്നേറ്റം ഉപഭോക്താവിന്റെ അഭിരുചിയിലും അവബോധത്തിലും വലിയ തോതിലുള്ള മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. രാജ്യത്തെ പരമ്പരാഗത വ്യാപാര സമ്പ്രദായങ്ങളെ പൊളിച്ചെഴുതി പുത്തൻ കച്ചവട രീതികളാണ് ഓൺലൈൻ വഴി സാധ്യമായത്. ഇടനിലക്കാരില്ലാതെ ഉൽപാദകരിൽ നിന്ന് വരെ നേരിട്ട് വാങ്ങാൻ കഴിയുന്ന വിവിധ മേഖലകൾ ഡിജിറ്റൽ കാലത്ത് സാധ്യമാണ്. സാധാരണ ഗ്രാമനഗരങ്ങളിലെ കച്ചവടക്കാരെ പോലെയല്ല വ്യാപാര വാണിജ്യ മേഖലകളിലെ വൻ കുത്തകകളുടെ നിയന്ത്രണത്തിലുള്ള സമാന്തര വിപണിയായി ഓൺലൈൻ വ്യാപാര രംഗം മാറിക്കഴിഞ്ഞു. എന്നാൽ അവിടെയും ഉപഭോക്താവ് പലപ്പോഴും വഞ്ചിക്കപ്പെടുകയാണ്. ഡിജിറ്റൽ സോഷ്യൽ മീഡിയ കേന്ദ്രീകൃത വിൽപ്പനയും സേവനങ്ങളും ഏറെ ചതിക്കുഴികൾ നിറഞ്ഞതാണ്. വ്യാജ പരസ്യങ്ങൾ, തെറ്റായ അവകാശവാദങ്ങൾ, വ്യാജമായ ആരോഗ്യ ഉപദേശങ്ങൾ, താൽപര്യാധിഷ്ഠിത ഉൽപ്പന്ന വിവരങ്ങൾ, വ്യാജ റേറ്റിംഗുകളും റിവ്യൂകളും തുടങ്ങിയവ ഉപഭോക്താവിനെ ചതിക്കുഴിയിൽ വീഴ്ത്താൻ വേണ്ടിയുള്ളതാണ്. ഇത്തരം വ്യാജമായ ഉള്ളടക്കങ്ങളെയും അവകാശവാദങ്ങളെയും നിയമപരമായി നേരിടാൻ നിലവിലുള്ള ഉപഭോക്തൃ നിയമം കൊണ്ട് സാധിക്കുമെങ്കിലും സൈബർ കുറ്റകൃത്യങ്ങളുടെ പരിധിയിൽ വരുന്നതാകയാൽ കുറെ കൂടി കർശനമായ നിയമങ്ങൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഡിജിറ്റൽ അറസ്റ്റ് എന്ന വ്യാജ ഭീഷണിയിലൂടെ കോടികൾ തങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് നഷ്ടമായവരുടെ കഥകളാണ് വാർത്താമാധ്യമങ്ങൾ വഴി പുറത്തു വരുന്നത്. ഡിജിറ്റൽ അറസ്റ്റ് പോലുള്ള നടപടികൾ രാജ്യത്തെ നിയമങ്ങളിൽ ഒരിടത്തും നിലവിലില്ലാത്ത കാര്യമാണെന്ന് പോലീസും റിസർവ് ബാങ്കും വിവിധ അന്വേഷണ ഏജൻസികളും ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടും പലരും വീണ്ടും സൈബർ തട്ടിപ്പുകൾക്ക് ഇരയാവുകയാണ്. സൈബർ ഇടങ്ങളിൽ നടക്കുന്ന ഇത്തരം ആസൂത്രിതമായ തട്ടിപ്പുകൾ തടയാൻ കർശനമായ നിയമങ്ങൾ നിലവിലുണ്ട്. ഒപ്പം കൂടുതൽ കർശനമായ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയും മാറിയ സാഹചര്യങ്ങളെ നേരിടാൻ പറ്റുന്നതുമായ നിയമങ്ങളാണ് ഇനി ആവശ്യം. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളിലൂടെ ഉപഭോക്താവിനെ വഞ്ചിക്കുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 പ്രകാരം കുറ്റകരമാണ്. തെറ്റായ വിവരം പ്രചരിപ്പിച്ച് ഉപഭോക്താവിനെ കബളിപ്പിച്ചാൽ 10 ലക്ഷം രൂപ വരെ പിഴ ഈടാക്കാൻ ഉപഭോക്തൃ കോടതികൾക്ക് സാധിക്കും. കുറ്റം ആവർത്തിച്ചാൽ കൂടുതൽ ശിക്ഷ നൽകാനുള്ള വ്യവസ്ഥയും നിയമത്തിലുണ്ട്. പരമ്പരാഗത മാധ്യമങ്ങൾ വഴിയുള്ള തെറ്റായതും വ്യാജമായതുമായ പരസ്യങ്ങൾക്കാണ് ഈ ശിക്ഷ ഉറപ്പാക്കുന്നത്. വിപണിയിലെ നീതിപൂർവമായ സമീപനം ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകാതിരിക്കാനുള്ള ജാഗ്രത പിന്തുടരേണ്ടത് സർക്കാരോ കോടതികളോ മാത്രമല്ല, ഉപഭോക്താവും സമൂഹവുമാണ്. തങ്ങളുടെ അവകാശവും നിയമപരിരക്ഷയും കാത്തുസൂക്ഷിക്കുന്നതോടൊപ്പം നിയമവിധേയമായതും സുതാര്യവും സത്യസന്ധവും ചൂഷണമുക്തവുമായ ഒരന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാനുള്ള നിരന്തരമായ ജാഗ്രതയും അവബോധവും ഉപഭോക്താവിനും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ പൂർണ്ണാർത്ഥത്തിലുള്ള നീതിപൂർവകമായ വാങ്ങൽ വിൽക്കൽ പരിസരം നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.